പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ, നമ്മളോട് സംസാരിക്കാൻ നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ആവേശത്തോടെ ആരവത്തോടെ ഈ കാവുമന്തത്തേക്ക് തരിയോട് ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്, സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. UDF പഞ്ചായത്ത് കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുന്നു. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for waiting for me for so long. ഇത്രയും നേരം നിങ്ങളെ ഒരുപാട് നേരം എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And for giving me all your love and affection. നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും എനിക്ക് ഒരുപാട് നൽകുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I welcome all my colleagues from the UDF who are standing on stage here to this meeting. ഈ വേദിയിൽ നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And I'm sorry that I'm a little bit late. ഞാൻ കുറച്ച് താമസിച്ചു പോയതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. I know you have been waiting for a while. നിങ്ങൾ കുറച്ച് നേരമായിട്ട് കാത്തു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. But all along the road there were lots of people waiting for me. കാരണം എന്താ താമസിച്ചെന്നറിയോ, നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. And most of them had flowers in their hands and wanted me to stop. So it was not right not to stop. So I stopped and I met them, and therefore that's the reason that I'm so late. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറച്ച് പേരുടെ കയ്യിൽ പൂക്കൾ ഉണ്ടായിരുന്നു. അവർ വണ്ടി നിർത്തി അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെ കാണാതെ വരുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാൻ താമസിച്ചു പോയത്. So I want to begin my speech by telling you that I am really deeply grateful to you. ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because you stood by my brother at a time in his life that was very difficult for him. കാരണം എൻ്റെ സഹോദരന്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ സഹോദരനോടൊപ്പം നിന്നു. There was a massive campaign which was mounted by the BJP and by Shri Narendra Modi ji against him to tarnish his reputation and to make him appear in many ways that he was really not. കാരണം എൻ്റെ സഹോദരന്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിന്റെ നല്ല പേരില്ലാതാക്കുന്നതിന് വേണ്ടി, അത് കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി, അദ്ദേഹം എന്തല്ലയോ അങ്ങനെ ഒരു പ്രതിബിംബം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെയും BJPയുടെയും നേതൃത്വത്തിൽ രാജ്യത്ത് വലിയൊരു പ്രചാരണമാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. A lot of money was put into this campaign, a lot of resources, social media, and many people in the country believed these things. ഒരുപാട് പൈസ, അതുപോലെ ഒരുപാട് വിഭവങ്ങൾ, മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എല്ലാം ഈ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് അത് വിശ്വസിക്കുകയും ചെയ്തു. It was done because they understood that my brother was standing for the truth. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരനെതിരെ ഈ പ്രചരണം നടത്തിയെന്നറിയുമോ? കാരണം എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരത് ചെയ്തത്. And all throughout the history of mankind, those who stand for what is right, those who stand for the truth, are attacked by the deceitful.
നിങ്ങൾക്കറിയാമോ, മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ആരാണോ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, ആരാണോ ശരിയായതിനു വേണ്ടി നിലനിൽക്കുന്നത്, അവര് ചതിക്കുന്നവരുടെ, വഞ്ചിക്കുന്നവരുടെ എതിർപ്പിനെ നേരിടുന്നു. അവർ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. So at this time, at the height of that campaign, when most people turned their backs on my brother, it was you, my sisters and brothers of Wayanad, who stood by him, who gave him your love, who gave him your strength, and who stood side by side with him in his fight for what is right for this country. നിങ്ങൾക്കറിയാമോ, ആ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോ ഈ ലോകത്തെ ഒരുപാട് ജനങ്ങൾ എന്റെ സഹോദരനെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ്, വയനാട്ടിലെ ജനങ്ങളാണ് സ്നേഹം നൽകി അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അദ്ദേഹത്തിന് വേണ്ട കരുത്ത് നൽകിയത്. It is you who gave him the courage at that difficult time in his life to walk 4,000 kilometers from Kanyakumari to Kashmir and then to drive from Manipur to Mumbai in the name of peace, in the name of unity, in the name of democracy, in the name of India. സമാധാനത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി എന്റെ സഹോദരന് 4000 കിലോമീറ്റർ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ നടക്കാനും മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ ഡ്രൈവ് ചെയ്യാനുമുള്ള ധൈര്യം നൽകിയത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ ധൈര്യം നൽകിയത് നിങ്ങളാണ്. You are a great people. നിങ്ങള് മഹത്തായ ഒരു ജനതയാണ്. You have a deep and long history of standing for the truth. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആഴമേറിയ നീണ്ട ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. Your leaders from Wayanad fought against the British for the freedom of this country. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വയനാട്ടിൽ നിന്നുള്ള നിങ്ങളുടെ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. It is not new to you to stand up for what is right. എന്താണോ ശരി അതിനു വേണ്ടി നിലനിൽക്കുക എന്നത് വയനാട്ടുകാരായ നിങ്ങൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല. And maybe that is the reason why you recognize the truth when you saw it. അതുകൊണ്ടായിരിക്കാം, ആ കാരണം കൊണ്ടായിരിക്കാം സത്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. Standing here today in front of all of you on this occasion of the election and representing the UDF as the candidate for the election is an honor for me. ഇന്ന് നിങ്ങളുടെ മുൻപിൽ തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഈ സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്ന വലിയൊരു ആദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു. In this crowd itself I can see what you stand for. ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിങ്ങളിൽ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് കാണാൻ സാധിക്കും. I can see a Catholic sister here. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, കാത്തലിക് സിസ്റ്ററിനെ എനിക്ക് കാണാൻ സാധിക്കും. Next to her I can see a Muslim lady. ഒരു ഇസ്ലാമിലെ ഒരു മുസ്ലിം വനിതയെ ആ സിസ്റ്ററിന്റെ അടുത്ത് എനിക്ക് കാണാൻ And സാധിക്കും. right next to her I can see a Hindu lady. അതിന് തൊട്ടടുത്ത് ഒരു ഹിന്ദു വനിതയെ എനിക്ക് കാണാൻ സാധിക്കും. And I know from the way you are standing and smiling that you are sisters. നിങ്ങൾ എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ പുഞ്ചിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾ സഹോദരിമാരെ പോലെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And with that smile on your faces and in your hearts, with the friendship with which you are standing together, you represent all that is beautiful about India. ഇന്ന് നിങ്ങളുടെ മുഖത്തെ ആ പുഞ്ചിരി കൊണ്ട് നിങ്ങൾ ഏത് സൗഹൃദത്തോടു കൂടിയാണോ നിങ്ങൾ ഇവിടെ സഹോദരിമാരെ പോലെ നിൽക്കുന്നത്, നിങ്ങൾ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. You represent everything that is beautiful about our country, about the way it was built, about our constitution, its values, and about the politics that was prevalent in our country for decades. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ, നമ്മുടെ ഭരണഘടനയിൽ മനോഹരമായിട്ടുള്ളത് എന്താണോ, നമ്മുടെ മൂല്യങ്ങൾ എന്താണോ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാലം നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ അന്തസ്സത്ത എന്താണോ അതിനെയാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. The foundation of our nation is this. നമ്മുടെ all of us are equal, that each and every citizen has an equal right, and that right is the greatest power in a democracy like ours. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പൗരരും ഈ രാജ്യത്ത് തുല്യരാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട്. അതിന്റെ അടിത്തറയിലാണ് ഈ രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത്.
We are the greatest nation in the world because we became free without a drop of bloodshed. നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഏറ്റവും മഹത്തായ രാജ്യമായത്? കാരണം ഒരു തുള്ളി രക്തം ചിന്താതെ സ്വതന്ത്രമായിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമായത്. Ours was the greatest non-violent revolution in the world. ഈ ലോകത്തെ ഏറ്റവും അഹിംസാത്മകമായ വിപ്ലവം എന്ന് പറയുന്നത് നമ്മുടേതായിരുന്നു. And it was your ancestors, our ancestors, that fought for that freedom. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് നിങ്ങളുടെയും എന്റെയും നമ്മളുടെ പൂർവ്വ പിതാമഹന്മാരാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. And it is that freedom, that democracy, that spirit of togetherness that is in danger today. ആ സ്വാതന്ത്ര്യം, ആ ജനാധിപത്യം, അതുപോലെ നമ്മൾ ഒരുമിച്ചുണ്ടാകുന്ന ആ സാഹോദര്യം ഇന്ന് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ്. Because there has been a rise in the last 10 years of a kind of politics in our country that thrives on dividing you. നിങ്ങളെ വിഭജിപ്പിച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെടുന്ന ഒരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. From Manipur to Maharashtra, മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെ, and every single place where they put their energy, അവരുടെ ഊർജം എവിടെയൊക്കെയാണോ ചെലവഴിക്കുന്നത് അവിടെ അങ്ങനത്തെ ഓരോ സ്ഥലത്തും it is a negative energy of division, of anger, of separating brother from brother and sister from sister. ജനങ്ങളെ പരസ്പരം വിഭജിപ്പിക്കുന്ന, സഹോദരങ്ങളെ പരസ്പരം വിഭജിപ്പിക്കുന്ന, സഹോദരിമാരെ പരസ്പരം വിഭജിപ്പിക്കുന്ന ദേഷ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ നിഷേധാത്മകമായ ഒരു ഊർജ്ജമാണ് അവർ ഈ രാജ്യത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. And while they are busy creating and spreading this negative energy amongst our people, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം നിഷേധാത്മകമായ ഒരു ഊർജം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ തിരക്കായിട്ടിരിക്കുന്ന സമയത്ത്, distracting all of you from the real issues that you face, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ അവർ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, the actual issues that politics should be discussing, that should be part of the public discourse, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവർ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഈ സമയത്ത്, they are busy taking your power from you, taking your rights from you and handing it to their friends who are in big businesses. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്ത് അവരുടെ സുഹൃത്തുക്കളായ വലിയ വ്യവസായികൾക്ക് നൽകുന്നതിൽ അവർ തിരക്ക് പിടിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത്. All their policies are constructed to benefit a handful of business people. ഒരു പിടി വ്യവസായികളെ സഹായിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. While India reels under the highest unemployment ever, ഇന്ത്യയിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ കൂടി ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, all these young educated boys and girls standing here who are educated but cannot find jobs, ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവർക്ക് ജോലി ലഭിക്കാൻ സാധിക്കുന്നില്ല. there is no answer for them. ഇവർക്ക് മുന്നിൽ ഉത്തരങ്ങളില്ല. The government has no plan, ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് യാതൊരു പദ്ധതിയുമില്ല, no policies, ഒരു നയവുമില്ല. the manufacturing sector has not been strengthened, ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടില്ല, agriculture has not been strengthened, കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടില്ല. and the PSUs which used to provide jobs and their subsidiaries are slowly being handed over to their same friends. പൊതുമേഖലാ സ്ഥാപനങ്ങളും നമുക്ക് ജോലി നൽകിയിട്ടുണ്ടിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും അവയെല്ലാം പതുക്കെ ഗവൺമെന്റിന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. My sisters here face the rising prices daily. ഉയരുന്ന വിലക്കയറ്റത്തിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവിടെയുള്ള എന്റെ സഹോദരിമാരാണ്. There are families in which every single member of the family is trying to earn a living. Somebody is working in the farm, somebody has got a job somewhere, but still they are not able to earn enough to make do. ചില കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്യുകയാണ്. ചിലർക്ക് ചെറിയൊരു വ്യവസായമുണ്ട്, ചിലർ കൃഷി ചെയ്യുകയാണ്. പക്ഷെ എല്ലാവരും കൂടെ ജോലി ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. This is the situation in the country today. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന അവസ്ഥ, രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. You face immense issues. നിങ്ങൾ വളരെ വിപുലമായ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. Here in Wayanad, the tribal population does not have enough access to health services, does not have enough access to educational institutions. ഇവിടെ വയനാട്ടിലെ ആദിവാസി സമൂഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ അവർക്ക് വേണ്ടത്ര പ്രവേശനം ലഭിക്കുന്നില്ല. You have a massive problem of animal man conflict. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്.
Effective solutions are not being found. അതിന് കാര്യക്ഷമമായ പരിഹാരങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. You have the night ban. നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. There's an emergency, somebody is unwell, you have to take them to the hospital. You have no way to go. ഇവിടെ ഒരു അടിയന്തരമായ സാഹചര്യം ഉണ്ടായി, ആർക്കും സുഖമില്ലാതെ വരുന്നു, നിങ്ങൾക്ക് അവരെ ആശുപത്രിയിൽ എടുക്കാൻ പോകണം, നിങ്ങൾക്ക് രാത്രി പോകാൻ പറ്റുന്നില്ല. Someone is having a child, a baby needs to be delivered, you're stuck. ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം, ഒരു പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകണം, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? You're farming, working day and night in the fields, producing beautiful crops like coffee, banana, areca, rice, tea. നിങ്ങൾ രാപകലില്ലാതെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുകയാണ്. ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷി നടത്തുന്നു, നെൽകൃഷി നടത്തുന്നു, അങ്ങനെ നിങ്ങൾ മനോഹരങ്ങളായ വിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. And yet when there is so much rainfall and your crops are damaged because of that rainfall, you don't get adequate compensation. എന്നിട്ടും മഴക്കാലം മൂലം നിങ്ങളുടെ വിളകൾക്ക് നാശം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. You're promised incentives, loan waivers, nothing happens. നിങ്ങളുടെ വായ്പ എഴുതി തള്ളുമെന്ന് പറയുന്നു, നിങ്ങൾക്ക് പ്രോത്സാഹനമായി പല കാര്യങ്ങളും നൽകുമെന്ന് പറയുന്നു, അതൊന്നും നടക്കുന്നില്ല. 16 lakh crore rupees are waived, loans are waived for the biggest businessmen in this nation. ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടമാണ് ഇവിടെ എഴുതി തള്ളിയത്. But when it's your turn, the government doesn't seem to have money. പക്ഷേ നിങ്ങളുടെ പ്രശ്നം വരുമ്പോ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല. You have been fighting, begging for a medical college. നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ഗവൺമെന്റിനോട് പൊരുതുകയിട്ടുണ്ട്, യാചിക്കുകയായിരുന്നു നിങ്ങൾ. Your MP Rahul Gandhi had been making demand after demand, voicing your needs, voicing the need for this medical college. നിങ്ങളുടെ ജനപ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി. One of the sisters I worked with in Delhi is from Wayanad. She's from Mananthavadi. ഞാൻ ഡൽഹിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ മാനന്തവാടിയിൽ നിന്നുള്ളതാണ്, വയനാട്ടിൽ നിന്നുള്ളതാണ്. She is my age. Her mother passed away when she was 29 years old because there was no medical facility. എൻ്റെ പ്രായമാണ് ആ സിസ്റ്ററിനുള്ളത്. ആ സിസ്റ്ററിന്റെ അമ്മ, ആ സിസ്റ്ററിന് 29 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി, കാരണം അന്ന് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട്. And today you are still begging for the medical college. അത്രയും കാലത്തിന് ശേഷം ഇന്നും നിങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. In a democracy, it is the people who have power. ഒരു ജനാധിപത്യത്തിൽ അധികാരമുള്ളത് ജനങ്ങൾക്കാണ്. Should you be begging for a good hospital? Should you be begging for a medical college? Should you be begging to have a road? നിങ്ങൾ ഒരു നല്ല ആശുപത്രിക്ക് വേണ്ടി, ജനാധിപത്യത്തിൽ ഇത്രയും അധികാരമുള്ള ജനങ്ങൾ ഒരു നല്ല ആശുപത്രിക്ക് വേണ്ടി, ഒരു നല്ല മെഡിക്കൽ കോളേജിന് വേണ്ടി, നല്ല ഒരു റോഡിന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ട ആവശ്യമുണ്ടോ? It is your right. It is the very least you deserve. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ യാചിക്കേണ്ട ഒന്നല്ല, നിങ്ങൾക്ക് നൽകേണ്ട, നിങ്ങൾ അർഹിക്കുന്ന ഏറ്റവും മിനിമം കാര്യമാണത്. It is the duty of every politician to make it possible for you to live your life better, to have a stronger future, to make your children to put your children in a position where they can build, they can grow, they can make a future for you. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി മെച്ചപ്പെട്ടതാക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കേണ്ടത്, നിങ്ങളെ സഹായിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഉത്തരവാദിത്തമാണ്. Look at this area, look at this land of Wayanad. ഈ വയനാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ, ഈ ഭൂമി. There must be few places in the world that are as beautiful as this. വയനാടിനെ പോലെ മനോഹരമായ, ഇത്രയും മനോഹരമായ പ്രദേശങ്ങൾ ലോകത്ത് തന്നെ വളരെ കുറവായിരിക്കും. This natural beauty, this natural resource you have is a massive asset. നിങ്ങൾക്കുള്ള ഈ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു സമ്പത്താണ്. Look at the courage of your people. നിങ്ങളുടെ ആളുകളുടെ ധൈര്യത്തെ നിങ്ങളൊന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ. Of Anup, who saved somebody in the landslide, in that massive landslide that took place. വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ ഒരുപാട് പേരെ രക്ഷിച്ച അനൂപിന്റെ ധൈര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. You have everything in this land. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. But has the potential of this land been maximized? പക്ഷേ ഈ ഭൂമിയുടെ, നിങ്ങളുടെ നാടിന്റെ കഴിവ്, നിങ്ങളുടെ സാധ്യത അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? Think what could be done
with the right kind of push for tourism over here. ഇവിടെ വിനോദസഞ്ചാരത്തിന് യഥാർത്ഥത്തിലുള്ള ഒരു പ്രോത്സാഹനം നടത്തിയാൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. With a strong focus on food processing, ഭക്ഷ്യ സംസ്കരണത്തിൽ ഒരു കൃത്യമായ ശ്രദ്ധ കൊടുത്താൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ on marketing these products that you produce, that you grow. നിങ്ങൾ ഇവിടെ വളർത്തുന്ന, നിങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമായി വിപണിയിൽ എത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. It's all here. It's for the world to see, and it's for us to work together towards making a vision for Wayanad, which makes it possible for you to maximize this potential of yours. വയനാട്ടിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഈ വയനാടിന്റെ സൗന്ദര്യം, ഇവിടുത്തെ വയനാടിന്റെ കഴിവ്, ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ദർശനം ഉണ്ടാക്കാൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. You cannot be at the mercy of a government that politicizes everything. എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാരുണ്യത്തിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. You have a terrible natural disaster. നിങ്ങൾക്ക് ഭയങ്കര അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തം ഇവിടെ നടന്നു. Hundreds of people passed away. നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. I met those people. I met those children. The whole family is gone. Mother, father, aunts, uncles, brothers, sisters. ഞാൻ ആ മനുഷ്യരെ കണ്ടു, എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, എല്ലാ കുടുംബം മുഴുവൻ പോയി. അച്ഛന്മാര്, a boy who is holding on to his mother for hours trying to save her life and has to let her go. ഒരു കുഞ്ഞ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ അമ്മയെ ചേർത്ത് പിടിച്ചിരുന്നിട്ട് അവസാനം അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ അമ്മയെ കൈവിടേണ്ടി വന്ന ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. And his whole family is gone. ആ കുട്ടിയുടെ കുടുംബം മുഴുവൻ ആ ദുരന്തത്തിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. Old grandmothers left alone without a single family member to take care of them. മുത്തശ്ശിമാര്, ഒരു കുടുംബത്തിലെ ഒരംഗം പോലും അവശേഷിക്കാതെ അവരെ നോക്കാൻ ആരും ഇല്ലാതെ തനിയായി പോയ മുത്തശ്ശിമാര്, അമ്മമാര്. Whole houses and villages swept away. മുഴുവൻ വീടുകള്, ഗ്രാമം തന്നെ ഒഴുകിപ്പോയ അവസ്ഥ. And while all the political leaders of all different parties came at that time and gave lots of promises, till today you have not got the proper compensation for that landslide. പല രാഷ്ട്രീയ പാർട്ടികളെ, പല രാഷ്ട്രീയ നേതാക്കൾ വന്ന് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ ഇന്ന് വരെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ സാമ്പത്തിക സഹായം, നഷ്ടപരിഹാരം, ആ വലിയ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. The central government has still not released the funds. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾക്ക് അർഹതപ്പെട്ട സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. You cannot be at the mercy of a heartless politics like this. ഹൃദയമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ കാരുണ്യത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഇന്ന് സംഭവിക്കുന്നത് പോലെ. Who looks first at the politics of who you are before helping you. നിങ്ങളെ സഹായിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കാരുണ്യത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. You cannot be at the mercy of a politics where one morning somebody wakes up and says this is ESZ zone, ESA zone. This is economically sensitive area, economically sensitive zone. All these villages will go in that. And all the rules for you change, but nobody has even consulted you. ഒരു ദിവസം നിങ്ങളോട് ഒരു ചർച്ചയും ഇല്ലാതെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഇതെല്ലാം പരിസ്ഥിതി ലോല മേഖലയാണ്, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ മേഖലയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കരുണയിൽ ജീവിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. You cannot be at the mercy of a government that doesn't recognize what your real problems are. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ഗവൺമെന്റിന്റെ കാരുണ്യത്തിൽ കഴിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. You have repeated floods in wards number 12, 4, 9, 8 and 10. You need safety measures in place. 12, 4, 9, 8, 10 വാർഡുകളിൽ നിങ്ങൾക്ക് വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. You need new institutions for higher education. They need to be accessible, close to where you are. നിങ്ങൾക്ക് താമസ സ്ഥലത്തിന് അടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. Vocational training to increase your skills. നിങ്ങളുടെ കഴിവുകൾ, നൈപുണികൾ വളർത്തുന്നതിന് വേണ്ടി വൊക്കേഷണൽ ട്രെയിനിങ്ങും തൊഴിൽ പരിശീലനവും ഉണ്ടാവണം. You need more funding in Manrega, which was giving you jobs at least at the village level to the poorest of the poor. ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ഉണ്ടാവണം. Rahul ji started housing projects and provided houses for many tribal people, but you need more. You need more infrastructure. You need more funds in housing. രാഹുൽജി ഭവന നിർമ്മാണ പദ്ധതികൾ ആദിവാസി മേഖലകളിൽ ആരംഭിച്ചു. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് ഇനിയും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം. ഇനിയും കൂടുതൽ വീടുകൾ നമുക്ക് നിർമ്മിക്കണം. He also started medical vans to go into areas and do primary health care.
പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് വേണ്ടി മെഡിക്കൽ വാനുകളുടെ സംവിധാനവും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. Those programs need to be strengthened. ആ പരിപാടികൾ നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. You have so much potential in sport. I see everywhere I pass, I'm so happy to see boys playing soccer, girls playing soccer. നിങ്ങൾക്ക് കായിക മേഖലയിലും വളരെയധികം കഴിവുണ്ട്. ഞാൻ എവിടെയൊക്കെ പോകുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. And you're playing well. You have talent. അത് മാത്രമല്ല, നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം കഴിവുമുണ്ട്. Why shouldn't you have the best facilities, stadiums, coaches, camps? Why shouldn't you have the opportunity to go abroad like other children do and be chosen to play in the best teams in the world? നിങ്ങൾക്ക് അതുപോലെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടേ? നിങ്ങൾക്ക് മെച്ചപ്പെട്ട സ്റ്റേഡിയം, കോച്ചിങ് ക്യാമ്പുകൾ എല്ലാം ഉണ്ടാവണ്ടേ? മറ്റു കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്ന പോലെ വിദേശത്ത് പോയി കോച്ചിങ് നേടാനും കളിക്കാനും ഒക്കെ ഇവിടുത്തെ കുട്ടികൾക്കും കഴിയണ്ടേ? I'm only beginning to understand what the issues here are. വയനാട്ടിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി വരുന്നതേ ഉള്ളൂ. I know that you have a big issue of the Churam Puritode road. എനിക്കറിയാം നിങ്ങൾക്ക് ചുരം പുഴുത്തുടെ റോഡിന്റെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. And it needs to be resolved. ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. And I need to learn from you. This is a new journey from me. I need to learn from you what your issues are, how we're going to resolve them, how can we work together to create a new vision for Wayanad. എൻ്റെ ഒരു പുതിയ യാത്രയാണിത്. ഈ യാത്രയിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാം. നമ്മൾ രണ്ടുപേരും കൂടി, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വയനാടിന് പുതിയൊരു കാഴ്ചപ്പാടും ദർശനവുമായി മുൻപോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. I want to come to your houses, meet as many of you as possible and understand from you what are the things that really trouble you and you need resolved. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, കഴിയാവുന്നത്ര ആളുകളെ നേരിട്ട് കാണണം, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് മനസ്സിലാക്കണം. It has only been 1 week. I'm beginning to understand what the issues are. But you have already made me your family. You have already welcomed me into your homes. You have given me so much love and affection. I'm really deeply touched and grateful to you. ശരിക്കും ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരാഴ്ചയിൽ തന്നെ എന്നെ നിങ്ങളുടെ കുടുംബാംഗമാക്കി. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹവും ഇഷ്ടവും എനിക്ക് ഇപ്പം തന്നെ തന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാടും നന്ദിയുമുണ്ട്. In this journey, you are my guides and teachers. ഈ യാത്രയിൽ, എൻ്റെ ഈ പുതിയ യാത്രയിൽ എൻ്റെ വഴികാട്ടികളും ഗുരുക്കളും എന്ന് പറയുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. But I will tell you one thing, that you have got the best fighter there is. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മികച്ച പോരാളിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ഒരു കാര്യം പറയാം. I see one of my colleagues from UP here who was jailed with me, and he will tell you that I am a fighter. I will fight for your rights. I will raise your voice at every platform, in parliament, outside parliament, until your needs get satisfied and until what has to be done for you, what is your right and your future is built. ഇവിടെ UP എന്നോടൊപ്പം ജയിലിലകപ്പെട്ട ഒരു സഹപ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എത്രമാത്രം ശക്തിയായ ഒരു പോരാളിയാണ് ഞാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ എല്ലാ വേദികളിലും, ഇന്ത്യൻ പാർലമെന്റിലും നിങ്ങളുടെ ശബ്ദമുയർത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം പോരാടാൻ ഞാൻ ഉണ്ടായിരിക്കും. I said at the beginning of my speech that you have a very special relationship with my brother Rahul. ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ രാഹുലുമായിട്ട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. But I want to say that this relationship should not be special. It should be every relationship between an MP and the people he represents. ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുലുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം ഒരു വിശിഷ്ടമായ, നിങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളുമായിട്ടും നിങ്ങൾക്കുണ്ടാകേണ്ട ബന്ധം ഇത്തരം ഒരു ബന്ധമായിരിക്കണം. And that is the politics that we represent. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. A politics built on relationships of love, respect, compassion and truth. സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ,
അനുകമ്പയുടെ, ആർദ്രതയുടെ, സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന ഒരു രാഷ്ട്രീയമായിരിക്കണം നമുക്ക് വേണ്ടത്. A politics in which your problems are mine, in which your worries are mine, are ours, all of us who stand here today. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ എൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. A politics where there is respect for your rights, where there is an understanding that all of us who are standing on this stage here have been put on this stage by you. The power belongs to you, to the people of this country, to each one of you sisters and brothers standing here. In that vote, you have the power to bring about change, to strengthen democracy and to strengthen this country. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ നിങ്ങളുടെ അവകാശങ്ങൾ പരമപ്രധാനമാണ്. ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ അധികാരമുള്ളത്. ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഈ വേദിയിൽ നിൽക്കുന്നത് നിങ്ങൾ നൽകുന്ന അധികാരം കൊണ്ട് തിരിച്ചറിയുന്നതാണെന്നുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. It will be the greatest honor for me to be able to represent you in parliament. നിങ്ങളെ ഈ ജനങ്ങളെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരമായി ഞാൻ കണക്കാക്കുന്നു. And with gratitude in my heart to be able to repay you for everything that you have done for my brother, for my family and for India. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കടപ്പാടോടുകൂടി നന്ദിയോടുകൂടി നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരനും നൽകിയ സ്നേഹം മടക്കി തരുന്നത് അതും ഏറ്റവും വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. Thank you again for waiting for me and listening to me so carefully. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും എന്നോട് ശ്രദ്ധയോടുകൂടി എന്നെ ശ്രവിച്ചതിനും ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. You will be seeing me again soon. നിങ്ങൾ എന്നെ വീണ്ടും വേഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And hopefully I will be able to meet as many of you personally as possible. ഞാൻ നിങ്ങളിൽ മാക്സിമം ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ വ്യക്തിപരമായി നിങ്ങളെ കാണാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.